പല്ലാവൂർ യാത്രേൻ്റെ ബാക്കിയാണിത്. പല്ലാവൂർ ശിവക്ഷേത്രത്തിൽ വന്നതിൻ്റെ ഒരു ബാക്കി വീഡിയോ ആണിത്. ഞങ്ങൾ പല്ലാവൂർ ശിവക്ഷേത്രത്തിൽ വന്ന വീഡിയോ മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പല്ലാവൂർ ശിവക്ഷേത്രത്തിൻ്റെ കൂടെ അടുത്തുള്ളൊരു മഹാവിഷ്ണു ക്ഷേത്രമാണിത്. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ഉള്ളൊരു കുളമാണ്. ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ആദ്യം നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് പല്ലാവൂർ മഹാവിഷ്ണു ക്ഷേത്രം. കൊച്ചമ്പലമാണെങ്കിലും വളരെ മനോഹരമാണ്, നല്ല കാഴ്ചകളുമാണ്. ഞങ്ങളിത് വളരെ എൻജോയ് ചെയ്തു. മനോഹര നിർമ്മിതികളല്ലേ. ഇതെല്ലാം അവിടുത്തെ ഉപദൈവങ്ങളായ വിഷ്ണു പ്രതിഷ്ഠകളാണ്. ഞങ്ങളിവിടെ കുറേ കളിച്ച് കുറേ ഫോട്ടോസുകളെല്ലാം എടുത്ത് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇനി പോകുന്നത് വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോട്ടാണ്. വാമല ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞങ്ങൾ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ച് ഭാഗങ്ങളുടെ വീഡിയോസ് ഒന്നും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി. ഇനി ഇവിടെ ഞങ്ങളുടെ പപ്പിയൻ്റെ അച്ഛമ്മൻ്റെ 91ാം പിറന്നാളാണിന്ന്. അപ്പോൾ 91ാം പിറന്നാളിന് മല കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പകുതിയോളം കയറ്റി, അമ്പലം കാണുന്ന വിധം കയറ്റി അവിടെ ഇരുത്തി. ഞങ്ങൾ മുകളിലൊക്കെ പോയി അവിടെ ഓടിക്കളിച്ച് സൂപ്പറായി വന്നു. പക്ഷെ പപ്പിയ അവിടെ അമ്പലം കാണുന്ന അവിടെ ഇരുന്ന് അമ്പലമൊക്കെ കണ്ടു. ഞങ്ങൾ ഇങ്ങനെ പപ്പിയുടെ ഒരു പോസ്റ്റിൻ്റെ ലൈറ്റുള്ളൊരു താഴെ ഇരുത്തി ഞങ്ങൾ മുകളിലൊക്കെ പോയി നല്ലോണം തൊഴുതി എല്ലാം കഴിഞ്ഞ് വന്നു. അവിടെ നല്ല അന്തരീക്ഷമായിരുന്നു. വൈകുന്നേരം രാത്രി പോലെ കാരണം നല്ല അന്തരീക്ഷമൊക്കെ ആയിരുന്നു. പിന്നെ അന്ന് ഞങ്ങൾ വന്നപ്പോൾ മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴയൊന്നുമില്ല, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുതി ഇറങ്ങുമ്പോൾ ഇരുട്ട് ആയി വന്നു. അപ്പം ഞങ്ങൾ താഴേക്ക് ഇരുട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ താഴേട്ട് ഇറങ്ങിപ്പോയി. ഇരുട്ട് മേലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ സപ്പോർട്ട്. ഇതുവരെ നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.
ബൈ.